ലിക്വിഡ് സർക്കുലേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സെല്ലുകളിൽ വരുമ്പോൾ ബ്ലഡിൻ്റെ സർക്കുലേഷൻ. നമ്മൾ കഴിക്കുന്ന ഈ ഭക്ഷണത്തിലുള്ള ന്യൂട്രിയൻസും എല്ലാം ബ്ലഡിലേക്കാണ് അബ്സോർബ് ചെയ്യപ്പെടുന്നത്. ബ്ലഡിൽ നിന്നാണ് പിന്നെ അത് സെല്ലുകളിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കുക എന്നത് എടുത്താണ് സെൽ സർക്കുലേഷൻ നന്നായിട്ട് നടക്കുന്നത്. ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കുക എന്ന് പറയുമ്പോൾ നല്ല രീതിയിലുള്ള ഓക്സിജൻ സർക്കുലേഷൻ, ഓക്സിജൻ ബ്ലഡിൻ്റെ കൂടെയാണ് ശരീരത്തിൽ സർക്കുലേറ്റ് ചെയ്യപ്പെടേണ്ടത്. അപ്പം എത്ര ഭംഗിയായിട്ട് നമ്മുടെ ശരീരത്തിൽ എയർ സർക്കുലേഷൻ നടക്കുന്നു എന്നുള്ളതിനെ അനുസരിച്ചിട്ടാണ് ലിക്വിഡ് സർക്കുലേഷനും നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്. എയർ സർക്കുലേഷൻ എങ്ങനെ നടക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഓക്സിജൻ സർക്കുലേറ്റ് ചെയ്യണം, നൈട്രജൻ സർക്കുലേറ്റ് ചെയ്യണം, കാർബൺ ഡൈ ഓക്സൈഡ് സർക്കുലേറ്റ് ചെയ്യണം, പുറത്തേക്ക് പോകേണ്ടതും ഉള്ളിൽ നിലനിർത്തേണ്ടതും ഒക്കെ ആയിട്ടുള്ള നിരവധി ഗ്യാസ് സർക്കുലേഷൻ നമ്മുടെ ശരീരത്തിൽ നടക്കേണ്ടിയിരിക്കുന്നു. അപ്പം എങ്ങനെ ഗ്യാസ് സർക്കുലേഷൻ ഏറ്റവും ഭംഗിയായി നടക്കും എന്ന് ചോദിക്കുന്നിടത്താണ് നമുക്ക് എത്രത്തോളം ഡീപ്പായിട്ട് നമുക്ക് ബ്രീത്ത് ചെയ്ത് ശരീരത്തിൽ മൊത്തം അതിനെ എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് നോക്കേണ്ടത്. നമ്മുടെ ഒരു കുഞ്ഞു ശ്വാസത്തിൽ കുറച്ച് നമ്മളെ ലങ്സ് കംപ്ലീറ്റ് ആയിട്ട് ഓക്സിജൻ എടുക്കുന്നുണ്ടോ? നമ്മൾ ചെറുതായിട്ടൊരു ശ്വാസം എടുക്കുന്നു, ലങ്സിൻ്റെ കുറച്ച് ഭാഗം ഓക്സിജൻ എത്തുന്നു, പുറത്തേക്ക് പോകുന്നു. ഇതാണ് നമ്മൾ നോർമൽ ആയിട്ടുള്ളൊരു ബ്രീത്തിങ്ങിൽ സംഭവിക്കുന്നത്. അവിടെ നമ്മൾ ഒരു മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ, ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്വാസത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, ദീർഘമായിട്ട് ശ്വാസം എടുക്കുന്നു. എത്രത്തോളം ശ്വാസത്തെ നമുക്ക് കീപ്പ് ചെയ്യാവോ അത്രത്തോളം. തിരുവനന്തപുരം തൈക്കാട് ഗാന്ധി ഭവനിൽ 2026 മാർച്ച് 28 ശനിയാഴ്ച രാവിലെ 10 മുതൽ നമ്മുടെ പ്രകൃതി സെമിനാർ, രോഗങ്ങളില്ലാതെ എങ്ങനെ ജീവിക്കണം, ഇപ്പോഴുള്ള രോഗങ്ങളെ എങ്ങനെ ലളിതമായി മാറ്റിയെടുക്കണം, ഇതാണ് വിഷയം. സെമിനാറിനെ തുടർന്ന് തൈക്കാട് ഗാന്ധി ഭവനിൽ തന്നെയുള്ള നേച്ചർ ലൈഫ് പ്രകൃതി ഹോട്ടലിൽ പ്രകൃതി സദ്യയുണ്ട്. ആ സദ്യയും ആസ്വദിച്ച് കൺസൾട്ടേഷൻ ആവശ്യമുള്ളവർക്ക് നമുക്കൊന്ന് ചിരിക്കാം, വരണം, സെമിനാറിൽ പങ്കെടുക്കണം. രോഗങ്ങളില്ലാത്ത ആരോഗ്യ ജീവിതത്തിലേക്ക് നമുക്കൊരുമിച്ച് മുന്നേറാം. വിളിക്കേണ്ട നമ്പർ 9496044514 9496044527. നമ്മൾ ശ്വാസത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, ദീർഘമായിട്ട് ശ്വാസം എടുക്കുന്നു. എത്രത്തോളം ശ്വാസത്തെ നമുക്ക് കീപ്പ് ചെയ്യാവോ അത്രത്തോളം ശ്വാസത്തെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നു. കുറച്ചു നേരം നമ്മളത് ഹോൾഡ് ചെയ്യണു, സാവധാനത്തിൽ നമ്മളതിനെ റിലീസ് ചെയ്യുന്നു. ഈ ഒരു പ്രാക്ടീസ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു സെൽ സർക്കുലേഷൻ ഏറ്റവും ഭംഗിയായി ശരീരത്തിൽ നടത്താൻ ശരീരത്തിന് സാധിക്കുന്നുണ്ട്. ഈ സെൽ സർക്കുലേഷൻ ഭംഗിയായി നടക്കുന്നിടത്താണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ള സെല്ലുകളിൽ നിന്നുള്ള വേസ്റ്റേജിൻ്റെ എലിമിനേഷൻ ശരീരത്തിന് ഭംഗിയായി നടത്താൻ സാധിക്കും. അപ്പോൾ സർക്കുലേഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ന്യൂട്രീഷൻ്റെ ഭാഗം. നേരത്തെ പറഞ്ഞു, നമ്മുടെ സെല്ലുകൾ എന്ത് റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളിടത്ത് പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നതാണ് നമ്മൾ കൊടുക്കുന്ന ന്യൂട്രീഷൻ. എന്ത് ഭക്ഷണ സാധനങ്ങളാണ് നമ്മൾ ശരീരത്തിന് കൊടുക്കുന്നതെന്ന്. അപ്പോൾ അവിടെ ഒരു ആസിഡ് ആൽക്കലൈൻ ബാലൻസ് ശരീരത്തിന് ഉണ്ടാവാൻ സാധിക്കണം. അപ്പം നമ്മൾ കഴിക്കുന്നതിലുള്ള കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്സ്, ഇതൊക്കെ വരുന്നത് ആസിഡ് റിഫ്ലക്സസ് ആണ്. ആസിഡിക് ആണ് ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും. ആൽക്കലൈൻ ഫുഡ് എന്ന് പറയുന്നത് എപ്പോഴും വരുന്നത് ഫ്രൂട്ട്സിൽ നിന്നും വെജിറ്റബിൾസിൽ നിന്നുമാണ്. അപ്പം ഇതിൻ്റെ ഒരു ബാലൻസ് നിലനിർത്താൻ സാധിച്ചാൽ മാത്രമേ നമ്മുടെ ന്യൂട്രീഷൻ ശരീരത്തിൽ പ്രോപ്പർ ആവൂ. അവിടെയും എലിമിനേഷൻ ശരീരത്തിന് നടത്തണമെങ്കിൽ സെല്ലുലോസിൻ്റെ പ്രസൻസ് അത്യാവശ്യമാണ്. സെല്ലുലോസ് എവിടെ പ്രസൻ്റ് ആയിട്ടുണ്ട്? പ്ലാന്റ് പ്രോഡക്ട്സിൽ മാത്രമേ നമുക്ക് ശരീരത്തിന് സെല്ലുലോസ് കൊടുക്കാനാവൂ. സെല്ലുലോസ് നന്നായിട്ടുണ്ടെങ്കിൽ തന്നെയാണ് ഈ പെരിസ്റ്റോൾസിസ് ഭംഗിയായിട്ട് നടക്കുന്നതും അതേപോലെ തന്നെ എലിമിനേറ്ററി പ്രോസസ്സ് ഭംഗിയായിട്ട് ശരീരത്തിന് നടത്താൻ സാധിക്കുകയുള്ളൂ. അവിടെയാണ് പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് എന്ന് വെച്ചാൽ നമ്മളെ സസ്യാഹാരം, പഴവർഗ്ഗങ്ങൾ, ഇതിൻ്റെ എല്ലാം ഇമ്പോർട്ടൻസ് ഉള്ളത്. നമ്മളെല്ലാ ദിവസവും നല്ലോണം ചോറ് കഴിക്കുന്നുണ്ട്, ചെറുപയറിൻ്റെ
ചെറുപയറോ ആ ഒരു കാറ്റഗറിയിലുള്ള സാധനം മാത്രം കഴിക്കുന്നു എന്ന് പറയുന്നിടത്ത് നമ്മുടെ ശരീരം കൂടുതൽ അസിഡിക് ആവുക ചെയ്യുന്നത്. നമ്മൾ വെജിറ്റേറിയൻ ആയതുകൊണ്ട് മാത്രം കാര്യമില്ല, അവിടെ ആവശ്യത്തിന് പച്ചക്കറികൾ നമ്മുടെ ഭക്ഷണത്തിൽ എത്തിയാൽ മാത്രമേ നമ്മുടെ ന്യൂട്രീഷൻ പൂർണ്ണമാവുള്ളൂ. ഏറ്റവും കൂടുതൽ സെല്ലുലോസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം നമ്മുടെ ഭക്ഷണത്തിലൂടെ നമുക്ക് എത്തണം.